എല്ലാവർക്കും നമസ്കാരം. BMC ഗ്ലോബൽ ലൈവ് മിക്സ് മസാലയിലേക്ക് സ്വാഗതം. ഞാൻ സുദീപ് തമ്മേലിക്കര. നാടകം എന്ന കല ജീവവായു പോലെ കൊണ്ടു നടക്കുകയും അതുപോലെ നിരവധി നാടക പ്രവർത്തനങ്ങൾ ചെയ്ത് ബഹ്റിൻ നാടകവേദിക്ക് സംഭാവന ചെയ്ത വലിയൊരു കലാകാരൻ ശ്രീ മോഹൻരാജ് PN. അതുപോലെ നാടകത്തെ സ്നേഹിച്ച് നാടകത്തിലേക്ക് കാൽവയ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊച്ചു കലാകാരി നേഹ ഷെറിൻ. ഇവർ രണ്ടുപേരുമാണ് ഇന്ന് നമ്മളോട് അവരുടെ നാടക പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. നമസ്കാരം മോഹൻരാജ്. നമസ്കാരം നേഹ ഷെറിൻ. ബഹ്റിനിലിപ്പോൾ ഒരു നാടകത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഏറെ. എവിടെ ഇപ്പോൾ നമ്മുടെ ഏത് ഫേസ്ബുക്ക് ആയിക്കോട്ടെ വാട്സപ്പ് ആയിക്കോട്ടെ മത്സ്യഗന്ധി എന്ന നാടകത്തെക്കുറിച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നത് ഈ ബഹ്റിനെ സംബന്ധിച്ച് സ്റ്റേജ് നാടകങ്ങൾ നിരവധി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കോവിഡ് വന്ന് നമ്മുടെ സാഹചര്യം മറിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ ഒരു വലിയ പരീക്ഷണമായിട്ടാണ് ശ്രീ മോഹൻരാജ് മത്സ്യഗന്ധിയുമായി വരുന്നത്. എങ്ങനെയായിരുന്നു അതിൻ്റെ ആ ഒരു തുടക്കം? മത്സ്യഗന്ധിയുടെ തുടക്കം ഞാൻ മറ്റൊരു ചാനലിൽ ഇത് പറഞ്ഞാണ്. മത്സ്യഗന്ധി തുടങ്ങുന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. സമാജത്തിലൊരു ബ്ലാക്ക് ബോക്സ് തിയേറ്റർ എന്ന് പറയുന്നൊരു സങ്കേതമുണ്ട്. ആ സങ്കേതം അല്ലെങ്കിൽ ആ സ്പേസിൽ ഒരു നാടകം അവതരിപ്പിക്കുക. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്പേസ് സമാജത്തിലുണ്ട്, ബാബുരാജ് ഹാൾ. അപ്പോൾ ആ ബാബുരാജ് ഹാളിനെ ബ്ലാക്ക് ബോക്സ് തിയേറ്ററായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഒരു നാടകം അവതരിപ്പിക്കുക. അതിന് ഏറ്റവും യുക്തമെന്ന് തോന്നുന്ന ഒരു സ്ക്രിപ്റ്റിൻ്റെ അന്വേഷണത്തിലാണ് മത്സ്യഗന്ധിയിൽ നിൽക്കുന്നത്. മത്സ്യഗന്ധി ഞാൻ വർഷങ്ങൾക്ക് മുൻപ് വായിച്ചിട്ടുള്ളതും അന്നോട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്നതുമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോഴൊരു ഏകപാത്ര നാടകം ചെയ്യണമെന്നുള്ള ആഗ്രഹം, അങ്ങനെ പല ആഗ്രഹങ്ങളുടെ സമന്വയമാണ് മത്സ്യഗന്ധി. അത് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അതിനുവേണ്ടി ആര് എന്നുള്ളൊരു ചോദ്യം വരുന്നു. ഒരു കാര്യം, ഇങ്ങനെയുള്ള ഈ ബ്ലാക്ക് ബോക്സ് തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഡിയൻസുമായിട്ട് പ്രേക്ഷകരുമായിട്ട് വളരെ ഇൻട്രാക്ട് ചെയ്ത് പോകുന്ന ഒരു അവതരണ രീതിയാണ് അതിനുള്ളത്. അങ്ങനെ വരുമ്പോൾ അതിലെ കഥാപാത്രം ഒരു പുതുമുഖമാകണം എന്നൊരു ചിന്ത. അങ്ങനെയാണ് പുതുമുഖത്തെ തേടി ഇറങ്ങിയത്. പലരെയും പരീക്ഷിച്ച് നോക്കി. കാരണം ഇവിടെ ഒരുപാട് തീർച്ചയായിട്ടും ബഹ്റിൽ അതിന് സമ്പന്നമാണ്. ബഹ്റിലെ നടിമാരെ ഒരുപാട് നല്ല സുഹൃത്തുക്കളും എനിക്കുണ്ട്. പക്ഷേ അവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് പുതുമുഖത്തെ അന്വേഷിച്ചത്. അങ്ങനെ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന എൻ്റെ പ്രിയ സുഹൃത്താണ് നേഹയെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നേഹയ്ക്ക് നാടകമായിട്ട് ഒരു ബന്ധവുമില്ല. നാടകം കണ്ടിട്ടുണ്ടോ, 1-2 നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു 10ാം ക്ലാസ്സുകാരി 9ാം ക്ലാസ്സുകാരി ഒരു നാടകത്തെ എങ്ങനെയാണ് കാണുന്നത്, മലയാള നാടകത്തെ കാണുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതാണ് ആകെയുള്ള ഇവിടെ ജീവിക്കുന്ന ഒരു കുട്ടി. വന്നിട്ടുണ്ടാകും, ഓഡിറ്റോറിയത്തിൽ ഇരുന്നിട്ടുണ്ടാകും, കണ്ടിട്ടുണ്ടാകാം. പക്ഷേ അതൊരു നാടകത്തിൽ അഭിനയിക്കണമെന്നുള്ളൊരു ചിന്തയോടുകൂടിയോ അല്ലെങ്കിൽ നാടകത്തെ ഗൗരവമായി കാണുന്ന ഒരു കഥാപാത്രമായിട്ട് മാറുമെന്നുള്ള ചിന്തയോടുകൂടിയായിരിക്കില്ല നാടകം കണ്ടിട്ടുണ്ടാകുക. പക്ഷേ ഞാൻ ചോദിച്ചു, തയ്യാറാണ്? അപ്പോൾ തയ്യാറാണ് എന്ന് പറയുന്നിടത്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടമാകുന്നത്. ഒരാൾ തയ്യാറാകുന്നിടത്ത് അയാൾ നടിയാകുന്നു പറഞ്ഞില്ല. ഇല്ല, തയ്യാറാണ് എന്ന് പറയുന്നിടത്താണ് അയാൾ നടനും നടിയുമാകുന്നത്. ആ തയ്യാറെടുപ്പാണ് ഇന്ന് ഈ മത്സ്യഗന്ധിയിൽ വന്ന് എത്തി നിൽക്കുന്നത്. പിന്നെ ഞാൻ തിരിച്ചറിഞ്ഞു, എനിക്ക് ചുറ്റും ഒത്തിരി കപ്പലുകൾ. അവ ഒന്നിച്ചു മുള്ളാൻ തുടങ്ങി. ഈ നേഹ മാത്രമാണ് അത്? വേറെ അല്ല, അതിനു മുമ്പ് ഒരു സുഹൃത്തിന് പേര് പറയാൻ പറ്റില്ല, അതും ഒരുപക്ഷെ അതൊരു അറിയപ്പെടുന്ന ഒരു ഗായികയാണ്. അത്രയും മാത്രം ഇപ്പം ബഹ്റിലെ സുഹൃത്തുക്കൾ അറിഞ്ഞാൽ മതി. പക്ഷെ അത് അവർക്ക് വ്യക്തിപരമായ ചില ഇത് കാരണം കൊണ്ടാണ് അവർ മാറിയത്. അതിന് ശേഷമാണ് നേഹയ്ക്ക് ഞാൻ നേഹയിലേക്ക് പോയിട്ട് തീർച്ചയായിട്ടും നേഹ ഇപ്പോൾ പറഞ്ഞല്ലോ, മോഹൻരാജ് സാർ പറഞ്ഞ പോലെ നേഹയോട് വന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ നേഹ അതിന് മറുപടി കൊടുക്കുകയും ചെയ്തല്ലോ. ഒരു ധൈര്യം ഉണ്ടായിരുന്നോ അന്നൊരു നാടകം ചെയ്യുക? കാരണം അതുവരെ നാടകമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഒരു ധൈര്യം എങ്ങനെയായിരുന്നു? ഞാൻ ആക്ച്വലി ആ സമയത്ത് മെലുഹ എന്ന് പറഞ്ഞൊരു ഡാൻസ് ഡ്രാമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് സമാജത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഹരിയങ്കൾ, ഞാനിങ്ങനെ ജസ്റ്റ് റാൻഡംലി ഇങ്ങനെ നടന്നു പോവുക. അപ്പോൾ ഹരിയങ്കൾ വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ അച്ഛനും അമ്മയും വന്നില്ലേന്ന് ചോദിച്ചു.
ഇല്ല അങ്കിൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്കിൾ ചോദിച്ചു എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മെലൂഹേനെ പ്രാക്ടീസിന് വന്നതാണെന്ന് പറഞ്ഞു. ആ മെലൂഹ എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് അങ്കിൾ പറഞ്ഞു മോള് സിംഗിളായിട്ടൊന്നും ചെയ്യാറില്ലേന്ന് ചോദിച്ചു. ഞാൻ പറയില്ല ഗ്രൂപ്പ് ഡാൻസ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്നാണ് പറഞ്ഞത്. ഡാൻസ് ചെയ്യും അങ്ങനെ പറഞ്ഞുള്ളൂ. അപ്പം അങ്കിൾ പറഞ്ഞു അല്ല മോൾ ഇനിയും നന്നായിട്ട് സ്വന്തമായിട്ടും എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ അങ്കിൾ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എൻ്റെ അടുത്ത് വന്നിട്ട് അമ്മയോട് വിളിക്കാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ വിളിച്ചു, അങ്ങനെയൊക്കെ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഈ രീതി ഇപ്പോൾ ഓൺലൈനിൽ എല്ലാവരും ആ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും കണ്ടു കഴിഞ്ഞു. പക്ഷെ അതായിരുന്നില്ലല്ലോ സ്വപ്നം. അല്ല, ആ സ്വപ്നം കോവിഡ് കൊണ്ടുപോയ സ്വപ്നമാണ്. അതെങ്ങനെയായിരുന്നു ആ ഒരു കൺവേർട്ട് എങ്ങനെ? അല്ല, അതിനും ഈ നാടകത്തിനേക്കാൾ കൂടുതൽ കഥയുണ്ടെന്നുള്ളതാണ്. ഈ ബ്ലാക്ക് ബോക്സ് തിയേറ്ററിൻ്റെ അടുത്ത് വേണ്ടി റിഹേഴ്സൽ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബുക്ക് ഫെസ്റ്റിനോടനുബന്ധിച്ച് അവതരിപ്പിക്കാനാണ് സമയത്തിൽ നടന്ന. പക്ഷെ അത് 1 മാസം മുമ്പാണ് അറിയുന്നത്. ഈ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ദിവസങ്ങളിൽ ബുക്ക് ഫെസ്റ്റിനോടനുബന്ധിച്ചൊരു ഫോട്ടോഗ്രാഫി എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോഴാ ഹാൾ കിട്ടില്ല. അപ്പോഴാ സ്വപ്നം പൊലിഞ്ഞു. ആ സമയത്ത് റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോഴത് ഇപ്പോഴത്തെ മെയിൻ സ്റ്റേജിലേക്ക് കളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് മാറി. അങ്ങനെ 27-ാം തീയതി ഈ നാടകം അവതരിപ്പിക്കാനായിട്ട് പബ്ലിഷ് ചെയ്താണ്, നോട്ടീസൊക്കെ ഇറങ്ങിയതാണ്. പക്ഷേ 25-നാണ് നമ്മുടെ സമാജം ക്ലോസ് ചെയ്യുന്നതും കോവിഡിന് വേണ്ടി അറിയാമല്ലോ. പിന്നുള്ള അങ്ങനെ അത് എന്താണ് സ്വപ്നം പൊലിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് നീണ്ട 7 മാസങ്ങൾ. 7 മാസം ഞാൻ ഇതിനിടയ്ക്ക് നാട്ടിൽ ലീവിന് പോകുന്നു, തിരിച്ചു വരുന്നു. പക്ഷേ അപ്പോഴാണ് ഞാൻ ഒരു ദിവസം ചോദിച്ചപ്പോൾ പറഞ്ഞു 12th-ലാണ്. അപ്പോൾ 12th-ലായ ഒരാളെ വീണ്ടും ഈ ഒരു മോഹവുമായിട്ട് നടത്തുന്നത് ശരിയല്ല. കാര്യം അയാളുടെ എക്സാം 12th കഴിഞ്ഞിട്ട് ഇനി ഇവിടെ ഉണ്ടാകുമോ, നാട്ടിൽ പോകുമോ എന്നൊക്കെയുള്ളൊരു. അപ്പോൾ ഞാൻ ഹരീഷിനുമായിട്ടാണ് പറഞ്ഞത്, പങ്കുവച്ചു. ഹരീഷ്, നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് ചെയ്യുക. അതെങ്ങനെ ചെയ്യും? ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട, നമുക്കത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാം. ഇനി വേറെ ഏതെങ്കിലും ഒരു സമയത്ത് നേഹയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് അവതരിപ്പിച്ചോട്ടെ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനുണ്ടെങ്കിൽ എനിക്ക് മറന്നു പോകുമല്ലോ. നമ്മൾ ഈ സീൻ സെറ്റ് ചെയ്യുന്നത് പലപ്പോഴും മറന്നു പോകും, ചലനങ്ങൾ കാര്യങ്ങളൊക്കെ മറന്നു പോകും. അപ്പോഴതിനു വേണ്ടി റെക്കോർഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ആ റെക്കോർഡിങ് ചെയ്തതാണ്. പക്ഷേ ഈ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇന്ന് ഈ അവസ്ഥയിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇപ്പം ലോകം അറിയുന്നത് ഇങ്ങനെയാണ്. ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ ഇതുപോലെയുള്ള ഒരു സ്റ്റേജിൽ നടത്തുകയാണെങ്കിൽ ഒരു 100-300 പേരെ കാണുന്നുള്ളൂ അല്ലേ? അവരുടെ ഒരു ഫീഡ്ബാക്ക് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ഇതല്ല, ഇത് ലോകം മുഴുവൻ കാണുകയും അറിയും. അപ്പം തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നു. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ഒരു തുടക്കക്കാരി എന്ന നിലയിൽ അതൊരു ഭാഗ്യമാണ്. ഇതെങ്ങനെയായിരുന്നു ഈ സ്ക്രിപ്റ്റ്? ഇപ്പോൾ പറഞ്ഞല്ലോ ആദ്യം ഒരു റിഹേഴ്സൽ അതൊരു വേറൊരു സങ്കേതമായിരുന്നു, പിന്നെയാണ് ഇപ്പം ഇങ്ങനെ. എങ്ങനെയായിരുന്നു ആ ഒരു എങ്ങനെയാണ് കണ്ടത്? തുടക്കം ഇതിൽ റിഹേഴ്സൽ, അത് കഴിഞ്ഞ് വേറൊരു പ്ലാറ്റ്ഫോം. ആദ്യം ഞാൻ സാർ എനിക്ക് ആദ്യം ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഞാൻ അങ്ങനെ പഠിച്ച് അങ്ങനെ തനിയെ അങ്ങനെ ബൈ ഹാർട്ട് ഇരുന്ന് പഠിക്കേണ്ടി ഒന്നും വന്നില്ല. താനെ അങ്ങ് ഒരു ഫ്ലോയിൽ അങ്ങ് പഠിച്ചു പോയി. പിന്നെ അതിന് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടി റെഡിയായി, ഫുൾ സെറ്റായി. അപ്പോഴേക്കാണ് കൊറോണ വന്ന് എല്ലാം അടിച്ചു പൊട്ടിയത്. അത് കഴിഞ്ഞിട്ട് 7 മാസം ഞാൻ ആ സ്ക്രിപ്റ്റ് തൊടാതെ ഇരുന്നു. പിന്നെ വീണ്ടും സാർ ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഓക്കെ സാർ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയിട്ട് ഫുൾ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ വീണ്ടും തുടക്കം തൊട്ട് മോൾഡ് ചെയ്തു എടുത്തു. അമ്മ നടന്ന് ചന്തകളിലൊക്കെ പോയിട്ട് മീൻ വിൽക്കും. തിരിച്ചു വരുന്നതും കാത്ത് ഞങ്ങൾ ഇരിക്കും. അന്നത്തെ ജോലിക്ക് കൂലി ഉണ്ടായിരുന്നു. അന്ന് കടലിൽ ചീറിപ്പായണ ബോട്ടുകളില്ലായിരുന്നു. വിദേശ കപ്പലുകള് കടലമ്മയുടെ ഗർഭപാത്രത്തെ ചുരണ്ടി എടുത്തിരുന്നില്ല. സമയത്തിനും നേരത്തിന് മാർക്കറ്റിലെത്തിയിട്ടെങ്കിൽ പിന്നെ പൊല്ലാപ്പ. മെനയുള്ളടത്തൊക്കെ ഓൻ പറഞ്ഞ മാതിരി കൈക്കലാക്കും. പിന്നെ ഒരു മെനയും ഇല്ലാത്തടുത്ത് കൊതുവും കടിച്ച് ഈറ്റേമ്പതിന് വേണം ഇരിക്കാൻ. നാട്ടില് മുഴുവനും നീന്തക്കുളവും വെള്ളത്തിന്റെ കുറെ പാർക്കുകളും മഴ നൃത്തവും അവന്റെയൊക്കെ ഓരോ തെരക്കുളിയും. മീൻ മാർക്കറ്റിന്റെ പൈപ്പിന്ന് ഒരു തുള്ളി വെള്ളം വരൂല.
മൂത്രം ഒഴിക്കാൻ സ്ഥലമില്ല. അടിവേറ് നോന്നത് മിച്ചം. ആ നീയായിരുന്നോടി? പുലർച്ചെ 4 മണിക്ക് ഇറങ്ങിയതാടി. ഹാർബറിലെത്തിയപ്പോ തന്നെ വൈകി. എന്നിട്ട് ഉന്തും തള്ളും എല്ലാം കഴിഞ്ഞ് പണവും കെട്ടി മീൻ കിട്ടിയപ്പോ പിന്നെയും വൈകിയടി. ആ അയിലയും ചോരയും കരിക്കാടിയൊക്കെ ഉണ്ടായിരുന്നടി. ഓ പൊന്നു വിലയാടി. ആ KSRTC കിട്ടിയേ. നല്ല ചീത്ത കേട്ട് കാണും ഇല്ലേ? ഇല്ലേ? ഇല്ല, അതാണ് അതാണ് ഹൈലൈറ്റ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കരുത്. എല്ലാരും ഡ്രാമ തുടങ്ങുമ്പോഴേ പറഞ്ഞു മോഹൻലാൽ സാറാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അപ്പം സൂക്ഷിച്ചൊക്കെ നിൽക്കണമെന്ന് പറഞ്ഞാ എല്ലാരും വിട്ടത്. പക്ഷെ ഇതുവരെ ചീത്ത പറഞ്ഞിട്ടില്ല. ഒറ്റയ്ക്കായോണ്ടാണോ എന്നറിയില്ല. അല്ല, അതില്ലേ ഈ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ചീത്ത എന്ന് പറഞ്ഞു, ഞാനൊരു ചീത്ത വാക്ക് ഉപയോഗിക്കാറില്ല. ഞാൻ വഴക്ക് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ എന്താണ് ആ പ്രോഡക്റ്റ് കാണുമ്പോൾ അറിയാൻ പറ്റും എന്തിന് ഞാനത് പറഞ്ഞു എന്ന് അതിനകത്ത് അഭിനയിക്കുന്നവർക്കും കാണുന്നവർക്കും പറയാൻ പറ്റും. നിങ്ങൾ പലപ്പോഴും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. പക്ഷേ ഞാൻ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് എനിക്ക് ഒരു വിരോധമില്ലല്ലോ, ഇല്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. നാടകം അതങ്ങനെ ആകുന്നതാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഇൻവോൾവ് ആകുമ്പോൾ ഞാൻ അറിയാതെ അങ്ങനെ ആയി പോകുന്നതാണ്. പിന്നെ ഇത് ഞാൻ എനിക്കല്ല, നേഹ സ്പെഷ്യൽ കേസാണ്. കാര്യം അങ്ങനെ പറയാൻ എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. അതാണ് ശരി, എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യം പിന്നെ ഇങ്ങനെ ഒരു ഞാൻ പറയും, ഇങ്ങനെ ഒരു പ്രായത്തിലുള്ള ഒരാളുമായിട്ട് ഒരു നാടകം ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഏകപാത്ര നാടകമായിട്ട് ചെയ്യുന്നത്, മറ്റ് നാടകങ്ങളിൽ ഒരു കഥാപാത്രമായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടാകും. പക്ഷെ ഇങ്ങനെ ഒരു കുട്ടി ഒറ്റയ്ക്ക് വരുമ്പോൾ അതിനോടുള്ള ഇപ്പോൾ അതുപോലെ മറ്റൊരു കാര്യം, ഒരുപാട് നാടകങ്ങൾ മോഹൻരാജ് ചെയ്തു പോകുന്നിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പുറകിലേക്കൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ പല പരീക്ഷണ നാടകങ്ങൾ, ഇതും ഒരു പരീക്ഷണമാണ്. പക്ഷെ പരീക്ഷണ നാടകങ്ങളിൽ ഞാൻ ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ അശ്വമേധം നമ്മൾ ഒരുപാട് നാട്ടിലൊക്കെ കണ്ടിട്ടുള്ളൊരു നാടകമാണ്. പക്ഷേ അതിവിടെ അവതരിപ്പിച്ചപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ടായി. ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അപ്പോൾ അതുപോലെ പരീക്ഷണ നാടകങ്ങൾ, അതുപോലെ മറ്റ് നാടകങ്ങളുണ്ട്. അതെന്താണ് അങ്ങനെ ഒരു ഇത് കൺസെപ്റ്റ്? അല്ല, നമ്മളൊരു നാടകം ചെയ്യുന്നത് എന്തിന് ചെയ്യുന്നു എന്നൊരു ചോദ്യം ഞാൻ തന്നെ ചോദിക്കാറുണ്ട്. ഇപ്പം മത്സ്യഗന്ധി ഒരുപാട് പേര് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ആ നാടകം ഞാൻ ഇവിടെ വീണ്ടും അവതരിപ്പിക്കുന്നു എന്തിന് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണത്. അവിടെയാണ് ഞാൻ പുതിയ പുതിയ സങ്കേതങ്ങൾ തേടിപ്പോകുന്നത്. ഇപ്പോഴ് അശ്വമേധം, അത് എനിക്കറിയാം നമ്മളോടുള്ള വളരെ അടുത്ത് ബഹുമാനിക്കുന്ന കുറേ ആൾക്കാരുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു പഴയ നാടകം ചെയ്യണം. അങ്ങനെയാണ് KPSCയുടെ അശ്വമേധം തിരഞ്ഞെടുക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. 60 വർഷമായി അത്. നമ്മൾ അവതരിപ്പിച്ച വർഷം 60ാമത്തെ വർഷമാണ് അത് അവതരിപ്പിച്ചു തുടങ്ങിയത്. അത് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം. പിന്നീട് അശ്വമേധത്തിന് ഇപ്പോഴും പ്രസക്തമാണ് അതിൻ്റെ തീം. അല്ലേ? ഏത് സമയത്തും കാണാൻ പറ്റും. അങ്ങനെയാണ് ആ നാടകത്തിലേക്ക് എത്തുന്നത്. പിന്നെ ആ നാടകം പ്രൊഫഷണലായിട്ട് കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവിടെ എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക? അപ്പോഴാണ് ഈ പഴയ 60കളിലെ സിനിമകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോഴൊരു നാടകം എന്തുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി വിടാം എന്ന ചിന്തയിൽ നിന്നാണ് അങ്ങനൊരു നാടകം രൂപപ്പെടുന്നത്. അതിലെല്ലാം ബ്ലാക്കും വൈറ്റും മാത്രമേ ഉള്ളൂ, അതിൻ്റെ പല ഷെയ്ഡ്സും ആണ്. അത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ, അതിൻ്റെ തന്നെ സിനിമ എടുത്തിട്ട് ഇപ്പോഴും സ്വർണ്ണത്തിന് എന്ത് നിറമായിരിക്കും സിനിമയിൽ കാണുന്നത് നോക്കിയിട്ട് ആ നിറങ്ങളാണ്, അങ്ങനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പിന്നിലൊരു റിസർച്ച് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ്. ഇപ്പോൾ ഈ അങ്ങനെ കുറേ നാടകങ്ങൾ, ഞാൻ ഇങ്ങനെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാടകങ്ങളുണ്ട്. ഇതിനിടയ്ക്ക് ഒരു നാടകം ചെയ്തു, ഒരു മൈക്രോ ഡ്രാമ. എൻ്റെ അനുഭവത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു നാടകങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അത്തരം നാടകങ്ങളെക്കുറിച്ച് അതൊക്കെ നമുക്ക് ഈ പ്രേക്ഷകർക്ക് അറിയേണ്ടതുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ മാത്രമേ കണ്ടുള്ളൂ. മൈക്രോ ഡ്രാമ പിന്നെ ഇന്ത്യയിൽ ഡൽഹിയിലൊരു ടീം നടത്തിയിരുന്നു മൈക്രോ ഡ്രാമ. 10 മിനിറ്റാണ് കൊടുക്കുന്ന സമയം. ആ 10 മിനിറ്റിലൊരു നാടകം അവതരിപ്പിക്കുക. അതിനാണ് നമുക്ക് ഒരു ഊർജ്ജം കിട്ടുന്നത്. നമുക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ എന്ന് അനിൽ സോപാനമാണ് സ്കൂൾ ഓഫ് ഡ്രാമയുടെ കൺവീനർ. അന്നേരം നമ്മൾ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെയാണ് ഇൻ്റർനാഷണൽ തലത്തിലേക്ക് മൈക്രോ ഡ്രാമയെ കൊണ്ടുപോകുന്നത്. അതിന് 10 മിനിറ്റിലുള്ള നാടകം. ലാംഗ്വേജ് പ്രസക്തമല്ല, ഇനി ഡയലോഗ്സ് വേണമെന്നില്ല, പിന്നെ മൂകമായിട്ടുള്ള അഭിനയം, അങ്ങനെ നാടകങ്ങൾ എടുത്തു. അപ്പോഴും ഇത് എപ്പോഴും ഞാൻ സംഘാടകനായിട്ട് നിൽക്കുമ്പോഴും ഈ മൈക്രോ ഡ്രാമ എന്ന് പറയുന്ന ഒരു പുതിയ സങ്കേതമാണ്.
അവിടെ പക്ഷേ ഞാൻ അവിടെ സംഘാടകനായി മാറിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഒരെണ്ണം ചെയ്ത് നോക്കണം, കാര്യം അതും എനിക്കും പുതിയൊരു സങ്കേതമാണ്. അങ്ങനെയാണ് മൈക്രോ ഡ്രാമ ചെയ്യുന്നത്. പക്ഷേ ആ മൈക്രോ ഡ്രാമ കണ്ടതാണല്ലേ, അത് ഒരുപാട് പേര് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു നാടകം. ഇപ്പോഴും അതിന് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്താണ് മൈക്രോ ഡ്രാമ, എങ്ങനെയായിരുന്നു എന്നൊക്കെ? ഇത്രയേ ഉള്ളൂ, 10 മിനിറ്റിനുള്ളിൽ ഒരു നാടകം, അതായത് പൂർണ്ണമായൊരു നാടകം അവതരിപ്പിക്കണം. നാടകത്തിന് അറിയാമല്ലോ, ഒരു തുടക്കം, ഒരു അവസാനം, അതിൻ്റെ പിന്നെ നമ്മൾ പറയാറുണ്ടല്ലോ ക്ലൈമാക്സുകൾ, ആൻറ്റി ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത്, അതെല്ലാം ഈ 10 മിനിറ്റിൽ ഒതുക്കണം എന്നുള്ളതാണ്. അങ്ങനെ അതിനു വേണ്ടി ഒരു കവിതയാണ് പിന്നെ നാടകാവിഷ്കാരമാക്കിയത്. ആ കവിത പിന്നെ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ചിട്ട് കുരീപ്ര ശ്രീകുമാർ സാറാണ് ഈ കവിതയെക്കുറിച്ച് പറയുന്നത്, പ്രസംഗത്തിൽ പറയുകയാണ് ചെയ്തത്. പക്ഷെ ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന എനിക്ക് ആ കവിത വായിക്കണമെന്ന് തോന്നി. പക്ഷെ അന്നേരം അത് ഈ പിന്നെ കൊട്ടാരക്കര അവിടെയുള്ള ഒരു പിന്നെ മാഗസിനിൽ, ലോക്കലായിട്ടുള്ളൊരു മാഗസിൻ, അവരാണത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അവസാനം പിന്നെ ശ്രീകുമാർ സാറിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇത് കിടപ്പുണ്ട്. അങ്ങനെ അത് പോയി അത് കവിതയായിട്ട് വായിച്ചു. ആ ഓർമ്മയിൽ ഉണ്ടായിരുന്നു ആ കവിത. അതാണ് ഞാൻ മൈക്രോ ഡ്രാമയായിട്ട് കൺവേർട്ട് ചെയ്തത്. അതാണ്. അതുപോലെ തന്നെ ഒരു പരീക്ഷണമായിരുന്നു നമ്മുടെ എല്ലാം പ്രിയങ്കരനായ NN പിള്ളയുടെ പ്രൊഫൈൽ ഡ്രാമ. അതിനെക്കുറിച്ചും ഒന്ന് പറയാം. പ്രൊഫൈൽ ഡ്രാമ ഞാൻ എന്താ ഇത് ചോദിക്കുന്നത് വെച്ചാൽ, ഇത്തരം നാടകങ്ങൾ, ഇത്തരം പരീക്ഷണ നാടകങ്ങൾ വളരെ കുറച്ച് പേരെ കണ്ടുള്ളൂ. ഇന്നായിരുന്നെങ്കിൽ അത് ലോകം മുഴുവൻ കണ്ടേനെ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് നമുക്കൊക്കെ നഷ്ടമാണത് അല്ലേ, കുറേ ആളുകൾ കാണുന്ന നാടകമായിരുന്നു പ്രൊഫൈൽ ഡ്രാമ. അതും ഇത് കണക്ക് ഈ നമ്മുടെ സമാജത്തിൽ ഒരുപാട് സെലിബ്രിറ്റീസ് വരുമ്പോൾ നമ്മളൊരു പ്രൊഫൈൽ വീഡിയോ ചെയ്യും. അതെ അതെ അതെ. ഇപ്പോഴും സാറിന് നമ്മൾ അജിത്താണ് അതിൻ്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള അല്ലേ, അജിത്താണ് ചെയ്യുന്നത്. അതിൽ പല പ്രൊഫൈൽ വീഡിയോകളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, കാര്യം അതിൻ്റെ സ്ക്രിപ്റ്റിലെ കാര്യങ്ങളിലൊക്കെ. അപ്പോഴീ NN പിള്ളയെക്കുറിച്ചൊരു നാടക മത്സരം നടത്തി, അദ്ദേഹത്തിൻ്റെ രചനകൾ മാത്രം വെച്ചിട്ട് നാടകങ്ങൾ. അപ്പോഴേ 9 സൃഷ്ടികളാണ്, അതിൽ 9 ടീമാണ് വന്നത്. അപ്പോഴേ ഉദ്ഘാടന ദിവസം അതിനടുത്ത ദിവസമായപ്പോൾ 9 എണ്ണം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് 10 എണ്ണം ആക്കാം, ഒരെണ്ണം ഞാൻ ചെയ്യാം. ഞാൻ ഒരു സ്ക്രിപ്റ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല, ഞാൻ ഒരെണ്ണം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 10 എണ്ണമായി. പറഞ്ഞു കഴിഞ്ഞിട്ടില്ലേ, സ്ക്രിപ്റ്റ് പിന്നെ അന്വേഷിക്കുകയാണ്. അവിടെയാണ് പെട്ടെന്ന് എനിക്ക് തോന്നിയത്, പ്രൊഫൈൽ ഡ്രാമ, പ്രൊഫൈൽ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ, മറ്റു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്താണ്, എന്തുകൊണ്ടൊരു പ്രൊഫൈൽ ഡ്രാമ ചെയ്തുകൂടാ? അങ്ങനെയാണ് ആ പ്രൊഫൈൽ ഡ്രാമയിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പല നാടകങ്ങളെയും അത് 30 മിനിറ്റിൽ ഒതുക്കണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ നാടകങ്ങളെക്കുറിച്ചും പറയണം. അതിൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീക്ഷണമല്ല, പിന്നെ NN പിള്ളയുടെ അദ്ദേഹത്തിൻ്റെ തന്നെ നാടക വീക്ഷണങ്ങളാണ് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഡയലോഗുകളാക്കിയിട്ടുള്ളതിൽ അത് കണ്ടല്ലോ, അദ്ദേഹം പറയുന്നതായിട്ടാണ്. അത് അദ്ദേഹം പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തില്ലെങ്കിൽ ആത്മകഥയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഓരോ നാടകത്തെയും അങ്ങനെ എന്തുകൊണ്ട് അദ്ദേഹം എഴുതി, എന്താണ് അതിൻ്റെ പ്രസക്തമായ കാര്യം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ഞാൻ അതിലൂടെ അവതരിപ്പിച്ചത്. പിന്നീട് NN പിള്ളയെ പോലുള്ള ഒരു 3 പേരെയൊക്കെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. 3 പ്രായത്തിലുള്ള 3 NN പിള്ളമാർ ബഹറിലുണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞത് ഇവിടെ സമ്പന്നമാണ് എന്ന് പറഞ്ഞ എൻ്റെ കാര്യം ഇതാണ്. 3 NN പിള്ളമാർ, 3 പ്രായത്തിലുള്ളവരൊക്കെ സമാജത്തിൽ സുലഭമായി കിട്ടും എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഒരു അല്പനേരം ഒരു വിശ്രമമാകാം. കുറച്ച് നേരമായി ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു അല്പസമയം നമുക്കൊന്ന് ബ്രേക്ക് എടുക്കാം, എന്നിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരും. നമ്മുടെ ഈ പരിപാടി വീണ്ടും തുടരുകയാണ്. അതിനിടയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ചാനൽ നിങ്ങളെല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മളെ അറിയിക്കുക. ഓക്കെ.
കുറേ സമയമായി നമ്മളിങ്ങനെ ഇരുന്ന് കുറേ നാടക പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടും നാടക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്നു. മോഹൻരാജ് സാറാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ നേഹയിലേക്ക് വീണ്ടും വരികയാണ്. ഒറ്റ കഥാപാത്രം അല്ലേ, ഏകഹാര്യ നാടക ആണ് എന്നുള്ളത് പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ അതുമാത്രമല്ല 45-50 മിനിറ്റ് ദൈർഘ്യം ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആ നാടകം ചെയ്ത് തീർത്തത്. ഇതിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ആ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കഥാപാത്രം ഇപ്പോൾ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒറ്റ ഒരു മുഹൂർത്തം, ഏതെങ്കിലും ഒരു നിമിഷത്തെക്കുറിച്ച് ഒന്ന് ഓർത്ത് പറയാൻ കഴിയും? ഏറ്റവും മനസ്സിൽ ഇപ്പോഴും ആ തങ്ങി നിൽക്കുന്ന? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം സത്യവതിയുടെ കഥ പറയുന്നതാണ്. അതെന്ന് വെച്ചാൽ കുറച്ച് ഡാൻസ് മൂവ്മെന്റ് ഉള്ളതുകൊണ്ടാവാൻ ചിലപ്പം എനിക്കൊന്ന് ഫീൽ ചെയ്ത് കുറച്ചൊന്ന് ഒഴുകി ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമായി ഉണ്ടായിരിക്കും. അത് ഭയങ്കര ഇഷ്ടം, സത്യവതിയുടെ കഥ. ആ ഒരു പോർഷൻ അല്ലേ, അതാണ് ഉദ്ദേശിച്ചത്? ഓക്കെ. അപ്പോൾ അത് പറയാൻ കാരണം ഡാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അല്ലേ? ഡാൻസ് പഠിക്കുന്ന ഒരു കുട്ടിയാണല്ലോ. അപ്പോൾ ഡാൻസ് ഇവിടെ കുറേ നാളായിട്ട് പഠിക്കുന്നുണ്ടോ? ചെറുപ്പം തൊട്ടേ ഒരു UKG തൊട്ടേ പഠിക്കുന്നുണ്ട്. ഞാൻ നാട്ടിലായിരുന്നു ആ സമയത്ത്. ഫസ്റ്റ് ഗുരു ശോഭ ടീച്ചറാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് രാധാകൃഷ്ണൻ മാഷായി, പിന്നെ ശ്രീനേഷ് മാഷ് അടുത്ത് അവിടെയാണ് അരങ്ങേറ്റമൊക്കെ ചെയ്തത്. ഓക്കെ. അപ്പോൾ വീണ്ടും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ നേഹ പറഞ്ഞ ആ ഒരു ഭാഗമുണ്ടല്ലോ, അത് മാഷിനെ സംബന്ധിച്ച് എങ്ങനെയാണ്? അത് സത്യവതിയുടെ കഥ അത് ആ സ്ക്രിപ്റ്റിലുള്ളത് തന്നെയാണ്. അതിൽ പരാമർശിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്നാണ് പിന്നെ നാടകത്തിന് തുടർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ ഈ പിന്നെ സജിതാ മഠത്തിൽ രചിച്ചു അവർ തന്നെ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ചില പോർഷൻസ് എപ്പോഴും യൂട്യൂബിലുണ്ട്, അതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ അവർ ഈ സീൻ അത്ര ഡെവലപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ അത് ഡെവലപ്പ് ചെയ്ത് ചെയ്യാനുള്ള ഒരു കാരണം ഇദ്ദേഹം പിന്നെ നൃത്തത്തിന്റെ ബേസ് ഉള്ളത് കൊണ്ടാണ്. അതെനിക്ക് എളുപ്പമായി എന്നുള്ളതാണ്. അതാണ് കേട്ടോ, അത് അല്ല, എല്ലാ ബേസിക്കലി താളം എന്ന് പറയുന്ന ഒരു ഇതാണ്, അത് ഒരു നടന് വേണ്ടതാണ്. അത് നൃത്തത്തിലൂടെ ആർജിച്ചിട്ടുണ്ട്, അതിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. ഓക്കെ. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ അതിൽ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട് അല്ലേ, ചെമ്മീനിലെ പാട്ടൊക്കെ പാടും. ശരിക്കും ആ സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ സിനിമ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, കടലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ കടലും അങ്ങനെ അതൊക്കെ ഇതിൽ എപ്പോഴെങ്കിലും അത് ഓർമ്മ വരും. അങ്ങനെ എന്തെങ്കിലും അത് ഒരു ഓർമ്മ ആ സമയത്ത് അങ്ങനെ വന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ലല്ലേ, അതൊന്നും നമ്മളൊന്നും തൊട്ട് നോക്കിയിട്ടൊന്നുമില്ല. സ്ക്രിപ്റ്റ് മാത്രമായിരുന്നു. ഓക്കെ. ഇപ്പോൾ ഇത് മാത്രമല്ല, ഈ നാടകം ഇവിടെ കഴിഞ്ഞു, ഓൺലൈനിൽ കൂടെ എല്ലാവരും കാണുക എല്ലാം ചെയ്തു. വിമർശനങ്ങൾ കിട്ടിയിട്ടുണ്ടോ ഈ നാടകത്തെക്കുറിച്ചാണ്? ഉണ്ട്, വിമർശനം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ലേ തിരുത്തപ്പെടാൻ പറ്റും. അല്ലാതെ എനിക്കിപ്പം നല്ലതായിരുന്നു, മോഹൻരാജ് ഗംഭീരമായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം തോന്നുന്നത് പിന്നെ ഈ പോർഷനിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറയുന്നിടത്താണ്. അങ്ങനെ പറഞ്ഞവരുണ്ട്. ഇപ്പം അത് ഒരുപക്ഷെ പിന്നെ ലൈവിൽ കാണാൻ പറ്റും. അലിയാർ സാർ പണ്ടും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ പിന്നെ അഭിനന്ദിക്കേണ്ട പാട്ട് വരുമ്പോഴും അങ്ങനെ ചെയ്യുകയും വിമർശിക്കേണ്ടത് വിമർശിക്കുകയും ചെയ്യും. അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും, പ്രേക്ഷകരും കേട്ടിട്ടുണ്ടാകും. ഇതിൻ്റെ ഈ റെൻഡറിങ് അതിനകത്ത് ചെറിയൊരു ഇതുണ്ട്. കാര്യം അത് ശരിക്കും നേഹയുടെ ഒരു ന്യൂനതയായിട്ടാണ് പറയുന്നതെങ്കിൽ പോലും ആ ന്യൂനത എൻ്റെതാണ്. കാര്യം ഇപ്പം പറഞ്ഞില്ലേ, കടൽ കണ്ടിട്ടില്ലാത്ത, ഇല്ലെന്നുണ്ടെങ്കിൽ ചെമ്മീൻ സിനിമ കണ്ടിട്ടില്ലാത്ത ഒരാൾ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കണ്ട ചെമ്മീനാണ് അത് പറയുന്നത് അല്ലേ, ഞാൻ കണ്ട സത്യവതിയാണ് അത് ചെയ്യുന്നത്. കാര്യം അവരുടെ, ഞാൻ കുറ്റം പറയുന്നതല്ല, ഈ നമ്മുടെ ഈ തലമുറ, ഈ 12th ഉള്ള കുട്ടികളുടെ നമ്മളുള്ള അത്രയുമുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല അവർക്ക്. കടൽ കണ്ടത് എത്ര വർഷം മുമ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പക്ഷെ ആ കടൽ ടി വിയിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ കടലിന്റെ മണം അറിയില്ല. അതിനകത്ത് കടൽ പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കടലിന്റെ മണം എന്താണ്, അങ്ങനെയുള്ള ഒരു ഇതില്ല. അത് അവർ തെറ്റ് പറയുന്നല്ല, അവരുടെ സാഹചര്യം, ജീവിത സാഹചര്യം അങ്ങനെയാണ്. ഇവിടുത്തെ കടലല്ല കടൽ, ഇവർ കണ്ട കടലല്ല നമ്മൾ കണ്ടിട്ടുള്ള കടൽ. രമ്പലുമുണ്ട്. അത് മഴ വരുന്ന സമയത്ത്, ചാകര വരുന്ന സമയത്തൊക്കെ നമ്മൾ ആ കടപ്പുറത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്രായമായിട്ടുള്ള ആൾക്കാർ പറയും ഇന്ന് കോളുണ്ട് എന്ന് പറയുന്ന അത് ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഇല്ലെന്നുണ്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അതാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത് മാത്രം. അതിനപ്പുറത്തേക്ക് നേഹ
ചിന്തിക്കുന്നില്ല, അല്ല ചിന്ത എത്തുന്നില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ഒരുപക്ഷെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നം. അതാണ്. കറക്റ്റാണ്. പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അത് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ്. പിന്നെ ഒരു കാര്യം കൂടി, നേഹയുടെ ഒരു ടിക്ടോക്ക് ഞാൻ കണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചത്, ഞാനൊക്കെ മനസ്സിലാക്കിയിരുന്നത് അത് കണ്ടിട്ടായിരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള, അത് ഗംഭീരമായിട്ട് ചെയ്തൊരു സാധനമാണ്, നന്നായി ചെയ്തൊരു സാധനമാണ്. പിന്നെ അത് കണ്ടുമില്ല, പിന്നെ അതിന് ശേഷം ഒരു തുടർച്ചയുണ്ടായില്ല. പക്ഷെ പെട്ടെന്നാണ് ഇങ്ങനെ ഈ നാടകത്തിലേക്ക് വരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അഭിനയിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് പോകണം, അങ്ങനെ ഒരു സ്റ്റാൻഡും കൂടി എടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ ആ ഒരു ടിക്ടോക്ക് ചെയ്തത്? അല്ല, ടിക്ടോക്ക് ഞാൻ ചെയ്തത് ഇതിനു മുമ്പേ ആയിരുന്നു ഡ്രാമ തുടങ്ങി ഇതായത്. പിന്നെ കൊറോണയുടെ സമയത്ത് ബോറടിച്ചോണ്ടാണ് ഞാൻ ടിക്ടോക്ക് അതെ അങ്ങനെ. പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പിന്നെ നാടകം ചെയ്യാൻ പോകുമ്പം അതും ആ സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചോണ്ടാണ്. ഇവിടുത്തെ ശിക്ഷണം കുറച്ച് കിട്ടിയതിന് ശേഷം തുടങ്ങിയതിന് ശേഷം നമ്മുടെ 7 മാസം 7 മാസത്തെ കൊറോണ ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നിരുന്നു. വീണ്ടും പഴയ ഓർമ്മയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നാട്ടിലൊക്കെ നിരവധി നാടകങ്ങളൊക്കെ ചെയ്ത് പോകുന്ന ഒരാളാണ്. സാം പട്ടങ്കരിയുമായിട്ട് അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹവുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവയ്ക്കാം. സാംജി സാർ, ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് സാംജി സാറിനെ കുറിച്ച് കൂടുതൽ കേൾക്കുന്നതും. കാര്യം സാംജി സാർ പിന്നെ അബുദാബിയിൽ നാടക മത്സരങ്ങളിലേക്ക് വരികയും നാടകങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും. പിന്നെ പല ആർട്ടിക്കിളും അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. അങ്ങനെ ആ അറിവിൽ നിന്നാണ് പ്രതിഭ എന്ന് പറയുന്നത്. അവർക്ക് പിന്നെ അവർ ഡ്രാമ തിയേറ്റർ ക്യാമ്പ് സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ സാംജി സാറിനെ നമുക്ക് കൊണ്ടുവരാം എന്ന് തീരുമാനം എടുക്കുന്നു. സാംജി സാർ വരുന്നു. സാംജി സാർ വരുന്നു, ആ ക്യാമ്പ് കഴിയുന്നു. പിന്നീട് സാംജി സാറായിട്ടുള്ള ആ ബന്ധം അവിടെ തുടങ്ങുകയാണ്. ഒരുപക്ഷെ ഇപ്പം ഞാൻ സാംജി സാർ എന്ന് പറയുമ്പോൾ സാംജി സാർ ഇവിടെ അടുത്തുണ്ടായിരുന്നുണ്ടെങ്കിൽ സാംജി സാർ ഒരു ചിരി ചിരിക്കും. ആ ചിരിയിൽ നമുക്കറിയാവുന്നതാണ്, ഒരു തിളക്കമുള്ള ചിരിയാണ്. അതുപോലെ അടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കും. അതെ, ഞാൻ പറഞ്ഞ ആ കെട്ടിപ്പിടിക്കുന്നതിൻ്റെ ഒരു ചൂടുണ്ടല്ലോ, അതൊരു ഊർജ്ജമാണ്. അത് പുതിയ പുതിയ നാടകങ്ങൾ ചെയ്യാനും അദ്ദേഹത്തോടൊപ്പം നിൽക്കാനും സഹായിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അല്ല, നല്ല നാടകങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ നാടകം സമയത്തിൽ തന്നെ 2-3 നാടകങ്ങൾ ചെയ്തതാണ്. 4-5 ചെയ്തായിരുന്നു. സാധാരണ ഈ നാടകങ്ങൾ ഇപ്പോൾ സമയത്തിലൊക്കെ നിങ്ങളൊക്കെ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ തന്നെ സ്ഥിരമായി പോകുന്ന ഒരു ഇടമാണല്ലോ. നാടകങ്ങൾക്ക് വേണ്ടി മാത്രം അങ്ങനെ നാടകം കാണണമെന്നൊക്കെ ഇൻട്രസ്റ്റ് ഇട്ട് പോയിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ഇഷ്ടമാണ് നാടകം കാണാൻ. പക്ഷെ എന്നതിന്റെ പേര് എന്നറിയില്ല, കണ്ടുപോകും. ഈ നാടകത്തിന് മത്സരം ഉണ്ടാവില്ലേ, ഓരോ ദിവസം ഓരോ നാടകം. അപ്പൊ അങ്ങനെ ഓരോ നാടകം കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ പേരൊന്നും ഓർമ്മയില്ല. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തന്നെ നാടകമാണ് സമാജത്തിൽ അവതരിപ്പിക്കുന്ന നാടകങ്ങളാണ്. നാടക കലാകാരന്മാരാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് കണക്ക് പ്രേക്ഷകരും, ഞാൻ മറ്റ് പിന്നെ കലാപരിപാടികളോടല്ല പറയുന്നത്, പക്ഷേ നാടകമായി കാണാൻ വരുന്ന 500 പേരുണ്ടെന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടെ നമുക്ക് പറയാം, അഭിമാനത്തോടെ പറയാവുന്ന ഒരു കാര്യമാണ്. ഇതാണ്, അതായത് നിങ്ങളെപ്പോലുള്ള നിരവധി കലാകാരന്മാരും കലാകാരികളുള്ള ഒരു ഇടമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരാളെ തിരഞ്ഞെടുത്ത് നിങ്ങളൊക്കെ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇനി ഉത്തരവാദിത്വം കൂടുതലാണ്. ഓക്കെ, നേരത്തെ ഞാൻ സംസാരിച്ച പരീക്ഷണ നാടകങ്ങളിൽ ഒരു കാര്യം ഞാൻ വിട്ടുപോയ ഒരു നാടകമുണ്ട്, ഗോതയെ കാത്ത്. അതിനെക്കുറിച്ചൊന്ന് പറയണം. അതിനൊരു ഒരുപാട് പ്രത്യേകതകൾ ഇതുള്ളതാണ്. ഗോതയെ കാത്ത് സാമുവൽ ബക്കറ്റ് നൊബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള പിന്നെ നാടകത്താണ് അദ്ദേഹത്തിൻ്റെ ഗോതയെ കാത്ത്. അത് ഈ അബ്സേർഡ് എന്ന് പറയുന്നത് അസംബന്ധ നാടകം എന്ന് പറയുന്നൊരു നാടക സങ്കേതമുണ്ട്. അതിലെ ക്ലാസിക് കൃതിയാണ് ഈ പിന്നെ ഗോതയെ കാത്ത്. അതെനിക്ക് തോന്നുന്നത് 84-ലാണെന്ന് തോന്നുന്നു ഞാനിത് വായിക്കുന്നത്. ഈ പുസ്തകം എൻ്റെ നാട്ടിലൊരു ലൈബ്രറി ഉണ്ട്, അവിടെ നിന്നാണ് എടുത്ത് വായിക്കുന്നത്. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. അത് വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഒരു 10-20 പേജ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വായിച്ച കാര്യം പിന്നെയും പറയും. പിന്നെ നമുക്ക് തോന്നും നമ്മുടെ പേജ് മറിഞ്ഞു പോയതാണോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു പോകും. പിന്നെയും പോയൊരു കുറച്ച് പേജ് കഴിയുമ്പോൾ വീണ്ടും ഈ പറഞ്ഞ കാര്യം വീണ്ടും പറയുന്നതാണ്. അങ്ങനെ ഒരു പ്രത്യേക രചനാ രീതിയാണ് അതിനുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ ആ പുസ്തകം തിരിച്ചു കൊടുത്തില്ല. ആ പുസ്തകം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അത് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ബഹറിൽ വരുമ്പോഴും ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു ലൈബ്രറിൻ്റെ ചേച്ചിയാണ്. ചേച്ചിയുടെ ഞാൻ പറയും പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഞാനായതുകൊണ്ട് അവർ സമ്മതിച്ച് കുഴപ്പമില്ല. ആ പുസ്തകമാണ് വർഷങ്ങൾക്ക് ശേഷം അവിടെ പിന്നെ പപ്പേട്ടനുണ്ടായിരുന്നു, പപ്പൻ ചിരന്തൻ. അദ്ദേഹത്തിന് 40 വർഷമായി അദ്ദേഹം അഭിനയ രംഗത്ത് വന്നിട്ട്. അത് അദ്ദേഹത്തിനൊരു ഒരു പിന്നെ ഇതായിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ, അത് ആഘോഷിക്കണം എന്നുള്ള രീതിയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, നമുക്ക് ഗോതയെ കാത്ത് ചെയ്യാം.
പിന്നെ പപ്പേട്ടൻ പറഞ്ഞു പപ്പേട്ടനും അതിനകത്ത് അഭിനയിക്കണം. അങ്ങനെയാണ് ആ നാടകം എടുക്കുന്നത്. പക്ഷെ അത് ഏറ്റവും ഞാൻ ഒരുപക്ഷെ എടുത്ത നാടകങ്ങളിൽ ഏറ്റവും പേടിച്ച് രംഗത്ത് അവതരിപ്പിച്ച നാടകം അതാണ്. ഇതെങ്ങനെയായിരിക്കും പിന്നെ നമ്മുടെ പ്രേക്ഷകർ അത് ഉൾക്കൊള്ളുക എന്നുള്ളത്. കാര്യം ഇത് നേഹ പറഞ്ഞതുപോലെ അതിനകത്ത് അഭിനയിച്ച പല നടന്മാർക്കും അത് വായിച്ചിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അവർ തുറന്നു പറഞ്ഞൊരു കാര്യമാണ്. ഇനി ഞാൻ ഒരു കാര്യം പറയാം, എനിക്കിപ്പോഴും അത് ശരിക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഈ അസംബന്ധം എന്ന് പറയുന്ന വാക്ക്, അബ്സർഡിറ്റി എന്ന് പറയുന്ന ആ രീതിയിലല്ല ഞാൻ പറയുന്നത്. അതിന് ഒരുപാട് മാനങ്ങളുള്ള രചനയാണ്. അത് അവതരിപ്പിച്ചു അങ്ങനെ. പക്ഷേ അത് അവതരിപ്പിച്ചപ്പോൾ അത് പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നുള്ള സമാജത്തിൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു നാടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇതല്ലേ ലോക കേരള സഭ അതിൻ്റെ ഇനോഗ്രേഷനനുബന്ധിച്ച് ഒരു പിന്നെ ഇൻ്റർനാഷണൽ ലെവലിലൊരു നാടകോത്സവം നടത്തി. അതിൽ ബഹറിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നാടകമാണത്. അങ്ങനെ അത് പോയി കോഴിക്കോട് അവതരിപ്പിച്ചു. ഇവിടുന്ന് ഒരു ടീം നമ്മുടെ തന്നെ നടന്മാർ പോയിട്ട് അവിടെ അവതരിപ്പിച്ചു. അവിടെ അവതരിപ്പിക്കുകയും ആ ഫെസ്റ്റിവലിലെ ഏറ്റവും മികച്ച നാടകമായി മാറുകയും ചെയ്തു. അതിലന്ന് അവിടുത്തെ ഒരു പ്രമുഖമായ പത്രം എഴുതിയത് കാത്തിരുന്ന നാടകം അരങ്ങിലെത്തി എന്നാണ് വലിയ ഹെഡിങ്ങിലൊക്കെ എഴുതിയത്. അങ്ങനെ ചെയ്തിട്ടുള്ള നാടകമാണ്. അങ്ങനെ കേട്ടോ ഒരുപാട് നാടക സങ്കേതങ്ങളിലൂടെ, പരീക്ഷണ നാടകങ്ങളിലൂടെ, അതുമാത്രമല്ല നേഹയെപ്പോലെയുള്ള നിരവധി കലാകാരന്മാരെ നേരത്തെ പറഞ്ഞ മാതിരി വഴക്ക് പറഞ്ഞാണെങ്കിലും മുന്നോട്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള വലിയൊരു കലാകാരൻ്റെ കൂടെയാണ് നേഹ പ്രവർത്തിച്ചതെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ നാടകം കഴിഞ്ഞതിന് ശേഷം കൂട്ടുകാരുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ നിന്നുള്ള ഒരു അനുഭവം കൂടി പറയാം. കൂട്ടുകാർ എല്ലാവരും നല്ലതാണ്, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുവരെ അധികം സംസാരിക്കാത്തവർ തന്നെ കുറച്ചധികം ഒരുപാട് വന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനോട് ഞാൻ ചോദിച്ചു, കണ്ടോ? പറഞ്ഞു ഇല്ല, കണ്ടില്ല, കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്താ കാണാത്തതെന്ന്, പെട്ടെന്ന് കാണുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കണ്ടു, പക്ഷേ അങ്ങനെ ഇങ്ങനെ കണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു, കാരണം എനിക്ക് ട്രൂ കമൻറ്റ്സ് അറിയാൻ വേണ്ടിയിട്ടാണ്. പലരും പറയും നല്ലതാണ്, പക്ഷെ എനിക്ക് ഫ്രണ്ട്സിൽ നിന്നും ഒരു അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് കേൾക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ആരും അങ്ങനെ പറഞ്ഞില്ല. ഇല്ല. പിന്നെ ആകെ പറഞ്ഞ ഒരു കാര്യം, ഡബ് ചെയ്തതാണോ റെക്കോർഡ് ചെയ്തതാണോ എന്ന് എല്ലാവരും ചോദിച്ചു. അതിന്റെ സംവിധായകൻ തന്നെ പറയട്ടെ, അങ്ങനെ പലർക്കും സംശയമുണ്ടായി. അത് തമാശയായിട്ടല്ല, എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതായത് ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ റിഹേഴ്സലിലും ഒപ്പം നിന്നാള് കഴിഞ്ഞ ദിവസം എടുത്ത് ചോദിച്ചു, പിന്നെ അത് ഡബ് ചെയ്ത് പിന്നെ നമ്മൾ അന്ന് ചെയ്ത കണക്ക് തന്നെയാണോ എന്ന്. എനിക്ക് ഡബ് ചെയ്തു ചോദിച്ചു. അതെ, ഞാൻ പറഞ്ഞ അല്ല, അത് ഒറിജിനൽ ലൈവാണ്. അത് അത്രയും പിന്നെന്താണ് ക്യാപ്ചർ ചെയ്യുന്ന മൈക്കാണ് നമ്മൾ ഉപയോഗിച്ചത്. പക്ഷെ അത് ഫീൽ ചെയ്യും കേട്ടോ, അത് ശരിക്കും അല്ല. നമ്മൾ അത് അങ്ങനെ പോകാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ നമ്മൾ പിന്നെ ഓൺലൈനിൽ പോകേണ്ടതാണ്. അവിടെ ഡയലോഗ് കേട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സ്ക്രോൾ ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ, സബ് ടൈറ്റിൽ വെക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് നല്ല രീതിയിൽ അയാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ഈ ഓൺലൈനിൽ ചെയ്യാൻ വേണ്ടി ഒരുപക്ഷെ നേഹ അറിഞ്ഞിട്ടുണ്ടാകില്ല, ഈ പിന്നെ അഭിനയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അറിഞ്ഞിട്ടില്ല. കാര്യം എന്തുകൊണ്ടാണ് ഈ 7 മാസം കഴിഞ്ഞപ്പം വേറെ രീതിയിലായിരുന്നു. ഇപ്പം ചോദിക്കും, പണ്ട് ചെയ്തതിൽ നിന്ന് മാറ്റി ചെയ്തു. പക്ഷെ അത് ഈ ഒരു പിന്നെ ലക്ഷ്യത്തോടു കൂടിയാണ്. പ്ലാറ്റ്ഫോം മാറിയത് കൊണ്ട് റെക്കോർഡ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് വീണ്ടും റെൻഡറിങ്ങിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഈവൻ പിന്നെ വോയിസ് മോഡുലേഷനിലോ പോലെ തന്നെ സൗണ്ടിലും എല്ലാത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട് അല്ലേ? അതെ. അതാണ് ശരിക്കും 3 സങ്കേതം പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടെങ്കിൽ ഒന്നാം ബ്ലാക്ക് ബോക്സ് തിയേറ്ററിന്റെ സംഗീതം പഠിച്ചു. അല്ലാതെ നമ്മുടെ സാധാരണ ഒരു മെയിൻ സ്റ്റേജിൽ പ്രൊസീനിയം സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന നാടക രീതി പഠിച്ചു, റെക്കോർഡ് ചെയ്യേണ്ട രീതിയും പഠിച്ചു. അറിയാതാണെങ്കിൽ പോലും 3 സംഗീതങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം 3 രീതിയിലേക്ക് ഇങ്ങനെ റിഹേഴ്സൽ ചെയ്യുക, അതിന് ആ 3 രീതിയും വ്യത്യസ്തമാക്കുക എന്നുള്ളത് ഈ നേരത്തെ പറഞ്ഞത് അറിയാതെയാണെങ്കിൽ അങ്ങനെ ചെയ്ത ഒരാളാണ് അല്ലേ? ഇതിന് എന്തെങ്കിലും പ്രിപ്പറേഷൻ വേറെ എന്തെങ്കിലും ചെയ്തായിരുന്നോ? ഈ സാറ് പറയാതെ എന്തെങ്കിലും? സാർ എന്നോട് എപ്പോഴും പറയും വീട്ടിൽ പോയി ചെയ്യും. പക്ഷേ ഇല്ല, ചെയ്യാതിരിക്കില്ല, ജസ്റ്റ് ഇങ്ങനെ ചെയ്തൊക്കെ നോക്കും. പക്ഷെ സാറിൻ്റെ അടുത്ത് തന്നിട്ടാണ് മെയിൻ പ്രാക്ടീസ്. അല്ല, ഞാൻ ചോദിച്ചത് ആൾ പറയാത്ത എന്തെങ്കിലും കാര്യം ആയിട്ട് ഇതിനെ കൂട്ടിച്ചേർക്കാം. ഇപ്പൊ സിനിമ കണ്ടിട്ടുണ്ടോന്ന് വെച്ചാൽ സിനിമ കണ്ടില്ല, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ആ സമയത്ത്? നാടകത്തിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട്, നാടകത്തിൽ അതിന് ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സാർ എനിക്ക് സംഭവം പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ ഞാനത് എൻ്റെ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു സാർ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നത്.
അപ്പം മാക്സിമം ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യും, പിന്നെ സാറ് അത് മാറ്റിയെടുക്കും, അങ്ങനെ ആയിരുന്നു ചെയ്തത്. ഓക്കെ. ഈ നാറ്റം എന്റെ കൊട്ടയിൽ നിന്നല്ല, കടലു ചീഞ്ഞതിന്റെ നാറ്റമാണ്. ട്രോളർ വലകൾ കൊന്നു നശിപ്പിക്കുന്ന കുഞ്ഞു മീനുകളുടെ നാറ്റമാണ്. മത്സ്യഗന്ധികളുടെ സ്വപ്നം ചീഞ്ഞളിഞ്ഞ നാറ്റമാണ്, ചീഞ്ഞളിഞ്ഞ നാറ്റമാണ്. കസ്തൂരിഗന്ധിയായി നിങ്ങൾ എന്നെ സ്വീകരിക്കണ്ട, മത്സ്യഗന്ധിയായി മാത്രം നിങ്ങളിൽ ഒരുവളായി. ചെറിയ സമയത്ത് ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഈ നിങ്ങളെപ്പോലുള്ള കുട്ടികൾ ഇവിടെ സാധാരണ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡാൻസും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതലുള്ളതാണ്. നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് ഡാൻസും പാട്ടും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഇടം കൂടിയാണല്ലോ. അപ്പോൾ ഈ നാടകത്തിന് ഈ ഡാൻസ് നിങ്ങൾക്കത് എത്രത്തോളം അത് സഹായിച്ചിട്ടുണ്ട്? ഒരുപാട് ഒരുപാട്. ഈ ഡാൻസ് വെച്ചാൽ എനിക്ക് ചെറുപ്പം തൊട്ടേ ഡാൻസാണ് എനിക്ക് മെയിൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഡാൻസ് കളിക്കാൻ തന്നെയാണ്. അപ്പം ഈ ഡ്രാമയ്ക്ക് മുന്നേ ഞാൻ ചെയ്ത ഒരു അഭിനയം ചെയ്യാനുള്ള ഡ്രാമ, ഒരു ഡാൻസ് ഡ്രാമ, അതായിരുന്നു ഫസ്റ്റ് ചെയ്തത് കമല വിദ്യ ടീച്ചറുടെ. അതും സൂര്യ 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 ഫെസ്റ്റിവലിന്റെ ബാനറിലാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മെലൂഹ, അത് എനിക്ക് നാട്ടിൽ പോയിട്ട് സൂര്യ ഫെസ്റ്റിവലിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ കളിക്കാനുള്ള ചാൻസും കിട്ടി. അതില് ഡാൻസ് മാത്രമല്ല, അതിനകത്ത് അഭിനയിക്കാനുണ്ടായിരുന്നു, ഒരുപാട് അഭിനയിക്കാനുണ്ടായിരുന്നു. നല്ല കരഞ്ഞും അങ്ങനെ കുറെ ഇമോഷൻസ് ഒക്കെ ചെയ്യാൻ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതിലും എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. എനിക്ക് ഡാൻസിനേക്കാളും ആ ഭാഗങ്ങളൊക്കെ ചെയ്യാനായിരുന്നു കൂടുതൽ ഇഷ്ടം. എൻഡ് ഭാഗം വരുന്ന ഒരുപാട് ഇമോഷൻസ് ഒക്കെ ചെയ്യാൻ അത് ഈ നാടകത്തിന് സഹായിച്ചിട്ടുണ്ടല്ലേ, ആരെയൊക്കെ കുറച്ചും കൂടി ഭംഗിയാക്കാൻ. പിന്നെ ഇവിടെ സാധാരണ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡാൻസ് ഇതൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ മത്സരങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഇതിലൊക്കെ പങ്കെടുക്കാറില്ലേ? മത്സരങ്ങളിൽ എനിക്ക് പങ്കെടുക്കണം എന്ന് ആഗ്രഹം എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങനെ പങ്കെടുക്കാനുള്ള അവസരങ്ങളൊന്നും അത് കിട്ടിയിട്ടില്ല. സ്കൂളിൽ ചെയ്യാറുണ്ട്, സ്കൂളിൽ ഗ്രൂപ്പായിട്ടുള്ളതൊക്കെ ചെയ്യും. സിംഗിളൊക്കെ കുറവാണ്. സമ്മാനങ്ങളും അങ്ങനെ ഗ്രൂപ്പിൽ കിട്ടും. സിംഗിളിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. അങ്ങനെ ചെയ്യാനുള്ള ഒരു സാഹചര്യം അങ്ങനെ കിട്ടാറില്ല. ധൈര്യക്കുറവല്ല, ധൈര്യത്തിനൊന്നും കുറവ്. ഫൈനാൻഷ്യലി ആയാലും അങ്ങനെ അധികം നിൽക്കാറില്ല. ഗ്രൂപ്പായിട്ടെല്ലാം എല്ലാ വർഷവും ഒരുപാട് നിൽക്കും. ഇനി വീണ്ടും ഞാൻ മോഹൻജിയിലേക്ക് വരികയാണ്. നേരത്തെ കുറേ നാടകങ്ങൾ പറഞ്ഞു. നാട്ടിലുള്ള നാടക പ്രവർത്തനം എങ്ങനെയായിരുന്നു? അത് വേറൊരു കാര്യം കൂടി അതിനോട്, ഒരു
എൻജിനീയറായ ഒരു ജോലി കൂടിയുള്ള ഒരാളാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതും കൊണ്ടുപോകണം, ഈ കലയും കൊണ്ടുപോകണം. അപ്പോൾ അതെങ്ങനെയായിരുന്നു നാട്ടിൽ നിന്ന് വരുമ്പോഴും അല്ലെങ്കിൽ നാട്ടിൽ നിന്നുള്ള കാര്യങ്ങളും? നാട്ടിൽ എൻ്റെ നീരാവിൽ, കൊല്ലം ജില്ലയിലെ നീരാവിൽ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമമാണ്. ഇപ്പം ഗ്രാമമൊന്നുമല്ല, ഇപ്പം പട്ടണമാണ്, ടൗണിനോട് ചേർന്ന് നടക്കുന്ന സ്ഥലം. അവിടെ പിന്നെ ഒരു ആർട്സ് ക്ലബ്ബുണ്ട്, നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം, ഇപ്പോഴും വളരെ പ്രസിദ്ധമായിട്ടുള്ള. അവിടെ നാടകങ്ങൾ റിഹേഴ്സൽ ചെയ്യുന്നതാണ് ആദ്യം ഞാൻ കാണുന്നത്. ഇപ്പോഴേ പോയി റിഹേഴ്സൽ കാണുക. റിഹേഴ്സൽ കാണുമ്പോൾ അവർ പഠിക്കുന്നതിനേക്കാൾ, അതിലെ നടന്മാർ പഠിക്കുന്നതിനേക്കാൾ മുമ്പേ തന്നെ ഡയലോഗുകൾ നമ്മൾ കാണപ്പാടമാക്കും. അങ്ങനെ എന്നിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ തന്നെ അഭിനയിച്ച് നോക്കും. അങ്ങനെയൊക്കെയുള്ള ചില ഇതുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ആഗ്രഹം ഉണ്ടാകുന്നത്. പിന്നീട് അവിടെ പിന്നെ കലാകേന്ദ്രത്തിൽ അംഗമാണെന്നുണ്ടെങ്കിൽ 15 വയസ്സ് കഴിയണം. അങ്ങനെ 15 വയസ്സിന് മുമ്പ് തന്നെ അതിനകത്ത് കയറി. പക്ഷേ പിന്നെ അംഗത്വം കിട്ടുന്നത് 15-ലാണ്. അപ്പോൾ എനിക്കൊന്ന് 15 പിന്നെ ജോയിൻ ചെയ്തതിൻ്റെ അവിടെ എന്ന് പറഞ്ഞ പിന്നെ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് എന്നൊക്കെ പറയുന്ന സംഗതിയുണ്ട്. 1 വർഷം കഴിഞ്ഞിട്ടാണ്. പക്ഷേ അത് എനിക്ക് വേണ്ടി ബ്രേക്ക് ചെയ്തിട്ട് എന്നെ ആദ്യത്തെ ആർട്സ് കൺവീനർ ആക്കുന്നുണ്ട് 15 വയസ്സായിട്ട്. അങ്ങനെ അത് അന്ന് മുതലേ ഈ നാടകം മനസ്സിലുണ്ട്. പിന്നെ മത്സര നാടകങ്ങളാണ്, ഏകാംഗ നാടക മത്സരങ്ങളാണ്. അവിടെ അങ്ങനെ ആദ്യം ചെയ്ത നാടകമാണ് പെരുന്തച്ചൻ, TM എബ്രഹാമിൻ്റെ. അത് പെരുന്തച്ചൻ ഞങ്ങൾ ഒരുപാട് 100-300 സ്റ്റേജുകളിൽ അവതരിപ്പിച്ച നാടകമാണ്. മത്സരങ്ങൾക്കും അല്ലാതെയും പിന്നെ ഉത്സവപ്പറമ്പിൽ പോലും ആ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് എല്ലാ വർഷവും ഈ മത്സര നാടകങ്ങൾ അവതരിപ്പിക്കും. അതിൻ്റെ എല്ലാം നാടകത്തിൻ്റെ സംവിധായകനായി മാറി. പിന്നെ കൊഴുത്തകാളക്കുട്ടി, യുവരാനയും കുറേ പാപ്പന്മാരും, അങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ വർഷങ്ങളോളം കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലി, അതിൻ്റെ ഇടയ്ക്ക് പഠനവും നടക്കുന്നുണ്ട്. എഞ്ചിനീയറിങ് പഠിക്കുന്ന സമയത്ത് ഈ നാടകമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കെൽട്രോണിലാണ് ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്യുന്നത്. പക്ഷേ കെൽട്രോണിൽ ചെല്ലുമ്പോൾ അവിടെ കെൽട്രോൺ റിക്രിയേഷൻ ക്ലബ്ബ് വളരെ ഈ പ്രകാശ് കലാകേന്ദ്രം പോലെ തന്നെ വളരെ സജീവമാണ്. അവിടെയും നാടക മത്സരമൊക്കെ ഉണ്ട്. അപ്പോഴെനിക്ക് വീണ്ടും എന്താണ് കൂടുതൽ വളക്കുറള്ള മണ്ണിലാണ് ഞാൻ ചെന്നത്. വീണ്ടും നാടകങ്ങൾ അവിടെ ചെയ്യാൻ അവസരം കിട്ടി. അവിടെ എല്ലാ വർഷവും മത്സരമുണ്ട്. പിന്നെ ആനുവൽ ഡേ ഉണ്ട്, അന്ന് മത്സരങ്ങളുണ്ട്. അവിടെ വീണ്ടും നാടകങ്ങൾ അവതരിപ്പിക്കും. അങ്ങനെ ഇരുന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ബഹറിലേക്ക് മാറുന്നത്. അങ്ങനെ നാടകമൊക്കെ ഞാൻ നിർത്തി. ഇനി ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ നാടകമില്ല. പക്ഷേ അവിടെ വന്ന് അതിൻ്റെ തമാശ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വന്നിറങ്ങുമ്പോൾ ഇവിടെ പിന്നെ പ്രകാശ് വടകര, ജയമേൻ അവർ ചെയ്യുന്നൊരു നാടകത്തിന് നമശിവായനൊക്കെ വരുന്നുണ്ട്. ആ ഫ്ലൈറ്റിൽ തന്നെയാണ് ഞാനും വന്നിറങ്ങുന്നത്. അങ്ങനെ ആ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയൊക്കെ അന്ന് വീണ്ടും ആ നാടകം കാണുകയും നാടകത്തിലേക്ക് തന്നെയാണ് വീണ്ടും കാലുകുത്തുന്നത്. പിന്നെ സമാജത്തിൽ അംഗമാകുന്നു വീണ്ടും. അങ്ങനെ ഞാൻ പോയിട്ടുള്ള 3 സ്ഥലങ്ങളിലും നാടകത്തിനോടൊപ്പം നടക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഒന്ന് പ്രകാശ് കലാകേന്ദ്രത്തിലും കെൽട്രോൺ റിക്രിയേഷൻ ക്ലബിലും ഇവിടെ ബഹ്റൈൻ കേരളീയ സമാജത്തിലും പ്രതിഭയിലും. നാടകം മാത്രമല്ല, നല്ലൊരു സംഘാടകനും ആണ്. അറിയാലോ, സമാജത്തിലൊക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായ ആളാണ്. അപ്പോൾ ആ ഒരു ഇപ്പോൾ നാടകം മാത്രമല്ലോ, എനിക്ക് തോന്നുന്നു അതിനോടൊക്കെ ഒരിത്തിരി ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു സ്വഭാവമായിട്ടാണ് ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളത്. പക്ഷേ പെട്ടെന്നാണ് ഇതിലേക്കൊക്കെ വരികയും ഈ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക്. അപ്പോൾ അന്നത്തെ ആ ഒരു സംഘാടന പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളും കൂടി ഒന്ന് പറയാം. അത് സംഘാടനം എന്നുള്ളത് എനിക്ക് കിട്ടിയിട്ടുള്ളത് പ്രകാശ് കലാകേന്ദ്രത്തിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജോയിൻ ചെയ്തിട്ട് 1 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആർട്സ് കൺവീനറായി. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയിട്ടുള്ളതാണ് സംഘാടനം, എന്നോടൊപ്പം കൂടെ വന്നിട്ടുള്ളതാണ്. അത് കെൽട്രോണിലായാലും ഇവിടെയായാലും. അത് ബഹ്റൈനിൽ വന്നാലും അറിയാൻ പറ്റും. ഞാൻ ഒരുപക്ഷെ ഞാൻ അവതരിപ്പിച്ചുള്ള നാടകങ്ങളെക്കാൾ കൂടുതൽ മറ്റ് നാടകങ്ങളോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള ആളാണ് ഞാൻ. അതാണ് എൻ്റെ സംഘാടന രീതി. പിന്നെ അത് എന്നെക്കുറിച്ച് പലരും കേൾക്കുന്നത് എന്താണ് ബാലകലോത്സവം. എനിക്ക് തോന്നുന്നു ഞാൻ വന്ന ആ വർഷം ബാലകലോത്സവം കമ്മിറ്റിയിൽ കയറിയതാണ്. ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഒന്നിൽ കൺവീനറായിട്ടോ അല്ലെങ്കിൽ ഉപദേശക സമിതി അംഗമായിട്ടോ അത് ഇങ്ങനെ തുടർന്നു പോവുകയാണ്. അത് ഒരു എന്താണ് അതിനോടുള്ള താല്പര്യം. ഒന്ന് സംഘാടനം എന്നുള്ളതല്ല, ഈ പിന്നെ കുട്ടികളോട് ബാലകലോത്സവത്തിനെ സംബന്ധിച്ചുള്ള കുട്ടികളെ ഈ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന കാണുക, അവരെ കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ് അതിൻ്റെ പിന്നിലുള്ളത്. അന്ന് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയ ആ സമയത്ത് എന്തെങ്കിലും ചെയ്ത പ്രത്യേകമായിട്ട്, കാരണം നാടകം ചെയ്യുന്ന ഒരാളാണ്, അല്ലാതെ തന്നെ എന്തായിരുന്നു അന്ന് ചെയ്ത എന്തെങ്കിലും ഒരു പ്രത്യേക എക്സിക്യൂട്ടീവ് കമ്മിറ്റി? എനിക്ക് ജീവിതത്തിൽ ഞാൻ ഇവിടെ വന്നാൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആകില്ല എന്നൊക്കെ തീരുമാനിച്ച, പക്ഷേ ചിലരുടെ എന്താണ് സ്നേഹ നിർബന്ധങ്ങൾക്ക് ഞാൻ അവസാനം വൈസ് പ്രസിഡന്റായി മാറുകയും ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുന്നത് വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്ന സമയത്ത് സജീവമായി നിന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അന്ന് ചാരിറ്റി പ്രവർത്തനങ്ങളിലായാലും. പിന്നെ ഒരുപക്ഷെ ഞാൻ എൻ്റെ മാത്രം മേഖലയിലല്ല ഞാൻ ഒപ്പം നിന്നിട്ടുള്ളത്. മറ്റേ പിന്നെന്താണ് ആർട്സിൻ്റെ എല്ലാ ആ വർഷം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരെല്ലാവരും ഒരേ മനസ്സോടുകൂടി വരികയും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം നമ്മളൊക്കെ ഇപ്പോൾ മോഹൻരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
കാണുകയും അല്ലെങ്കിൽ കേൾക്കുകയും ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ നാടകം, അല്ലെങ്കിൽ ബാലകലോത്സവം, അല്ലെങ്കിൽ സമാജത്തിൻ്റെ എലക്ഷൻ, ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും തലപ്പത്ത് ഉള്ള ഒരാളാണ് അല്ലേ? നേഹയ്ക്ക് എന്ത് തോന്നുന്നു? അങ്ങനെയൊക്കെ നേരത്തെ അറിയാവുന്ന ഒരാൾ തന്നെയായിരുന്നില്ലേ? അങ്ങനെയൊക്കെ അറിയായിരുന്നു. പക്ഷേ ഇത്രയും ഇങ്ങനെ ഉള്ള ഒരാളുടെ കീഴിൽ എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ബാക്കി നമ്മളിപ്പോൾ കുറേ നേരം സംസാരിച്ചു, കുറേ നാടകങ്ങളെ പഴയ ഓർമ്മകളും എടുത്തു. നേഹയ്ക്കും അതുപോലെ പുതിയ അനുഭവമാണ്. ഇതുപോലെ വലിയൊരു കലാകാരൻ്റെ ഒപ്പം പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു ഭാഗ്യം തന്നെയാണ്. നേഹയെപ്പോലെയുള്ള പുതിയ തലമുറയ്ക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്. അതുമാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഒരുപാട് സമയമായി നമ്മളിങ്ങനെ നാടക പ്രവർത്തനങ്ങൾ, നേഹയുടെ കുറേ നാടകാനുഭവങ്ങൾ, അതുപോലെ മാഷിയുടെ കുറേ അനുഭവങ്ങൾ. അപ്പോൾ നമുക്ക് ഈ പരിപാടി ഇപ്പോൾ തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം അല്ലേ? ഇനിയും നമുക്ക് മറ്റൊരവസരം ഉണ്ടാവും അല്ലേ? ഇനിയും അതുപോലെ ഒരുപാട് നാടകങ്ങളിൽ നേഹ വരും. അതെനിക്ക് തോന്നുന്നു 12ാം ക്ലാസ് ആയതുകൊണ്ട് ചിലപ്പോൾ നാട്ടിലേക്ക് പോവോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇദ്ദേഹത്തിൻ്റെ തന്നെ നാടകത്തിലേക്ക്, കാരണം ഇദ്ദേഹം വെറുതെ ഇരിക്കില്ല. വർഷത്തിൽ 3 നാടകങ്ങളും മിനിമം ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യമാണ് അങ്ങനെ പോയത്. അപ്പോൾ നമ്മുടെ ഈ സമയം അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇത്രയും സമയം പ്രേക്ഷകരോടും സംസാരിച്ചത് എന്തുകൊണ്ടും ഒരു പ്രചോദനമാണ്. കാരണം പുതിയ തലമുറയിലുള്ള ഒരു കലാകാരിയെ ഇതിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പരിപാടി ഇവിടെ നിർത്താൻ പോവുകയാണ്. കഴിഞ്ഞ 23 വർഷം ബഹറിൽ ഞാനുണ്ടായിരുന്നു, നാടകരംഗത്തായാലും സമാജവും പ്രതിഭയൊക്കെ ആയിട്ട്. ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു എനിക്കൊരു പുരസ്കാരം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെൻ്റെ മാത്രം കഴിവാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാര്യം അതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്, സ്നേഹമുണ്ട്, സഹകരണമുണ്ട്. അതിൽ സമാജാംഗങ്ങളുണ്ട്, പ്രതിഭയിലെ അംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഇവരോടെല്ലാം ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാ നാടകങ്ങളും എൻ്റേതാണെന്ന് ഞാൻ പറയാറില്ല. അതുപോലെ തന്നെ എന്നോട് ചോദിക്കാതെ ഒരിക്കലും ഞാൻ പറയാറുമില്ല ഞാൻ ഏതൊക്കെ നാടകം ചെയ്തു എന്നുള്ളത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 23 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഞാൻ വന്ന വഴികളിലൂടെ ഇത്രയും സമയം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതിനവസരമൊരുക്കി തന്ന ബഹ്റൈൻ മീഡിയ സിറ്റി ഗ്ലോബൽ ലൈവിന്, സുധി മാഷിന്, അതിലെ എല്ലാ പ്രവർത്തകരോടുമുള്ള നന്ദിയും സ്നേഹവും ആദരവും അറിയിക്കുകയാണ്. മത്സ്യഗന്ധി ഇപ്പോൾ ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ മാത്രം കാരണമല്ല. അതിൻ്റെ ഡയറക്ടർ മോഹൻരാജ് സാറും പിന്നെ ഹരിയങ്കളാണ് എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടുതരുന്നത്. പിന്നെ ഇതിന് പിന്നിലുള്ള ഒരുപാട് പേരുണ്ട്, ഒരുപാട് അങ്കിൾമാർ സിംഗിളായിട്ട് പോലും, സിംഗിൾ ഡ്രാമയാണെങ്കിലും ഡെയിലി വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് എല്ലാവരോടും താങ്ക് യു. പിന്നെ നിഷാൻറ്റി മ്യൂസിക്കിനൊക്കെ ഹെൽപ്പ് ചെയ്തു, താങ്ക് യു സോ മച്ച്. പിന്നെ ഇങ്ങനെ ഒരു വേദി തന്ന BMC ഗ്ലോബൽ ലൈവിനോടും ഒരുപാട് താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് നിങ്ങൾ അറിഞ്ഞതാണ്, വലിയൊരു കലാകാരനാണ്. പ്രവാസ ലോകത്ത് നാടക പ്രവർത്തനങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു പുരസ്കാരമായിരുന്നു കേരള സംഗീത നാടക അക്കാദമി നൽകിയ കലാശ്രീ പുരസ്കാരം. അത് ശ്രീ മോഹൻരാജിന് ലഭിക്കുകയും നമ്മളൊക്കെ അത് കേട്ടറിഞ്ഞ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ട് കണ്ട് അല്ലാതെയും ഒരുപാട് അഭിനന്ദനങ്ങൾ കൊടുത്തതാണ്. ഇത്രയും വലിയ ഒരു കലാകാരനോടൊപ്പം കുറച്ച് സമയം നമുക്ക് കഴിയാൻ, അദ്ദേഹത്തിനോടൊപ്പമുള്ള ഓർമ്മകൾ പങ്കിട്ടുകൊണ്ട് ഇത്രയും സമയം നമ്മളോടൊപ്പം വന്ന ഈ രണ്ടുപേരെയും വളരെ സ്നേഹത്തോടെ ഞാൻ നന്ദി അറിയിക്കുന്നു. ഇനിയും പുതിയ വിശേഷങ്ങളുമായി നമ്മൾ വരും. വീണ്ടും നമുക്ക് ഈ പരിപാടികളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.